രാത്രികാലങ്ങളിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുന്നത് അപകടകരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിനു പിന്നിലെ യഥാർത്ഥ ശാസ്ത്രീയ കാരണമിതാ. രാത്രിയിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങരുതെന്ന് മുതിർന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പലരും ഇത് പ്രേതബാധ കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു ശാസ്ത്രീയ വശമുണ്ട്. പകൽ സമയത്ത് മരങ്ങൾ പ്രകാശ സംശ്ലേഷണം വഴി കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. എന്നാൽ രാത്രിയിൽ ഈ പ്രക്രിയ മാറുന്നു. മിക്ക മരങ്ങളും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തി ശ്വസനം ആരംഭിക്കുന്നു. ആൽമരം വളരെ വലുതായതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇത് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് CO2 പുറത്തുവിടുന്നു. നിങ്ങൾ ഈ മരത്തിന്റെ തൊട്ടു താഴെയാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഭാഗത്തെ ഓക്സിജന്റെ അളവ് കുറയുകയും പകരം കാർബൺ ഡയോക്സൈഡ് നിറയുകയും ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡിന് ഓക്സിജനേക്കാൾ ഭാരക്കൂടുതലുള്ളതുകൊണ്ട് അത് താഴേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ ഉറങ്ങുന്ന ഭാഗത്ത് ഒരു അദൃശ്യ വലയം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജനു പകരം ഈ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. ഇത് നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം തടസ്സപ്പെടുത്തുന്നു. ഇത് കാരണം നെഞ്ചിൽ കടുത്ത ഭാരം അനുഭവപ്പെടുകയോ ശ്വാസം മുട്ടുകയോ അല്ലെങ്കിൽ ഭയാനകമായ സ്വപ്നങ്ങൾ കാണുകയോ ചെയ്തേക്കാം. പലരും ഇതിനെ മറുത പിടിക്കുന്നതോ പ്രേതങ്ങൾ ഉപദ്രവിക്കുന്നതോ ആയി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് പകൽ നേരങ്ങളിൽ തണലേകുന്ന ഈ ആൽമരങ്ങളിൽ നിന്നും രാത്രിയിൽ അകലം പാലിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്.